നമസ്തേ സ്വന്തങ്ങളെ. നമുക്ക് എരുന്തുണ്ടില്ലേ, ഈ എരുന്തിനെ കൊണ്ട് നമുക്കൊരു ജിങ്കാലയില ഉണ്ടാക്കിയാലോ? സംഭവം ഞാൻ ഉണ്ടാക്കാൻ പോണതിന്റെ പേരെന്താന്ന് എനിക്ക് തന്നെ അറിയില്ല, പക്ഷെ അസാധ്യ ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കിക്കുന്നോന്ന് എനിക്ക് അറിയൂല. ഇനി അഥവാ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ ഇതിന്റെ പേരൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എന്താ വെച്ചാല് കറിയല്ല, ഫ്രൈ അല്ല, പൊരിക്കലല്ല, ഒന്നുമല്ല ഉണ്ടാക്കുന്നത്, വേറൊരു ഐറ്റമാണ്. അതുകൊണ്ട് ഇതിന് എന്ത് പേര് കൊടുക്കണം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് എരുന്ത് ജിങ്കാലാലാന്നാക്കാം. ഓക്കെ, ഇത് ക്ലീൻ ആക്കിയിട്ട് വരെ. ഇനി ഇത് നമുക്ക് പുഴുങ്ങി കൊണ്ടുവരാം. ഇത് നല്ലോണം കഴുകിയെടുത്ത് ഇനി ഇത് പുഴുങ്ങി കൊണ്ടുവരാം. പിന്നെ ഇതിപ്പോ രാത്രിയിൽ കൊണ്ടുവന്നതാണ് ഏട്ടൻ. പുറത്ത് പാലത്ത് പോയപ്പോ ഇങ്ങനെ എരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ കറിയൊക്കെ ആയതാണ്, ഇനിയിപ്പോ ചായക്ക് എന്തെങ്കിലും ആക്കാന്ന് വിചാരിച്ച് കട്ടൻ ചായയും നമ്മളെ എരുന്ത് ജിങ്കാലാലി ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഇതിലേക്ക് ഇതിന് വേറൊരു പേര് കാണാട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ഇനി ചെറിയുള്ളി, പച്ചമുളക് ചതക്കിയത്, കരിവേപ്പില, പിന്നെ ഇത് അരി വറുത്തതാണ്, അത് നമുക്ക് പൊടിച്ചു കൊണ്ടുവരണം കേട്ടോ. പിന്നെ നോക്കിയിട്ട് നമ്മൾ ഇത്തിരി ഉപ്പ് ചേർക്കുക, കുറച്ച് ഉപ്പ് മതിയാവും. അപ്പൊ ഇനി ഇത് ഈ അരി വറുത്തത് പൊടിച്ചു കൊണ്ടുവരട്ടെ. ഇവിടെ നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുന്ന, കുറച്ച് കടുകിടുക, ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് കുറച്ച് കടുകിടുക. കടുകിട്ടു. കരിവേപ്പില, പച്ചമുളക്, ഉള്ളി ഇതൊക്കെ അങ്ങോട്ട് ഇടാം. അരി പൊടിച്ചത് ഇടണ്ട, അവിടെ കേട്ടോ. ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ എരുന്തും കൂടിയല്ലേ, പിന്നെ അതിൻ്റെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ലേ, അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഉപ്പ് അബദ്ധത്തിന് ഇട്ട് കൊണ്ടാട്ടോ, ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ചെറുങ്ങനെ നമ്മൾ ഓഫ് ചെയ്യും. ഇതൊന്ന് നമുക്ക് മൂടാട്ടോ, ചെറിയ തീയിൽ ഒന്ന് സെറ്റാവട്ടെ. ഇനി ഇതിപ്പോ റെഡി ആയിക്കുന്ന, ഇനി നമുക്ക് കട്ടൻ ചായന്റെ കൂടെ അടിക്കാം. അന്നപ്പോ നമ്മളെ എരുന്ത് ജിങ്കാലാല എന്ത് വേണമെങ്കിൽ പേരിടാട്ടോ. അതിന്റെ പേര് മാത്രം എന്താന്ന് അറിയൂല. ഇനി ഇതിന് ഉണ്ടോന്നറിയാം. ഞാൻ കല്ലായിൽ ചെന്ന് കയറിയതല്ലേ മരിയോളായിട്ട്. അന്നപ്പോ അവിടെ നിന്നാണ് ഇത് ഫസ്റ്റ് കഴിച്ചത്. ഫസ്റ്റ് കഴിക്കാനൊക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചങ്കത്ത് കുടുങ്ങോന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് കഴിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് റെഡിക്ക് നോക്കിയിട്ട് കഴിക്കുക. ഇങ്ങനെയൊക്കെ ഇതാക്കിയിട്ടാണ് ഞാൻ കഴിക്കാറ്. ഇവരൊക്കെ പ്രാക്ടീസ് ഉണ്ട് ഏട്ടന്. എന്തായാലും ഏട്ടന് കൊടുക്കുന്നുണ്ടേ. നമ്മളെ കട്ടൻ ചായ ഒഴിക്കുകയാണ്. ഇനി ടേസ്റ്റ് നോക്കിക്കോളെ. എന്നാലും നമ്മൾ കഴിക്കുന്നതാണല്ലോ, എന്നാലും ഒന്ന് ടേസ്റ്റ് പറഞ്ഞാളേണ്ടി നോക്കണ്ടേ. ഇത് ഞാൻ കഴിക്കുന്നതാണ്, നല്ല സൂപ്പറാണ്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ സംഭവല്ലേ. ഇനി എന്തായാലും ഇന്നത്തെ കട്ടൻ ചായ രാത്രിയിലാണ്, രാവിലെ അല്ല കേട്ടോ. അന്നിപ്പോ ഇന്ന് നമ്മൾ നിർത്താണ്. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. ആണുങ്ങൾക്കും ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം ആണ്. ഓക്കെ, ബൈ.